അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് M416 കുറിച്ചാണ്. M416 എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ഒരു തോക്കിന് കേരളത്തിൽ ഇത്രയധികം ആരാധകരുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി എനിക്ക് ശരിക്കും അത്ഭുതമാണ് തോന്നിയത്. അപ്പോൾ M416 ഈ തോക്കെന്ന് പറഞ്ഞാൽ ലോകത്തിലെ പല എലൈറ്റ് ക്ലാസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സിൻ്റെയും പ്രിയപ്പെട്ട ആയുധമാണ്. എലൈറ്റ് ക്ലാസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിൻ്റെ, നോർവേയുടെ അല്ലെങ്കിൽ ഐറിഷ് ആർമി റേഞ്ചേഴ്സ് അങ്ങനെ ഇത് ഉപയോഗിക്കുന്ന ഫോഴ്സുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും പ്രശസ്തർ US നേവി സീൽസ് ആണ്. അതായത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2011 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് US നേവി സീൽ ടീം 6 ഒസാമ ബിൻ ലാദനെ കൊന്നത് ഈ തോക്ക് ഉപയോഗിച്ചാണ്. അപ്പോൾ ആ സംഭവത്തിലേക്ക് നമുക്ക് വഴിയെ വരാം. അപ്പോൾ ഈ തോക്ക് M416 എന്നാണ് പരക്കെ അറിയപ്പെടുന്നതെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ പേര് HK416 എന്നാണ്. ഹെക്ലർ കോക്ക് HK416. അപ്പോൾ ഇത് M416 എന്ന് പരക്കെ അറിയപ്പെടാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗെയിമേഴ്സാണ്. ഗെയിം കളിക്കുന്ന പിള്ളേർ, അവരുടെ ഇടയിൽ ഇത് പൊതുവെ അറിയപ്പെടുന്നത് M416 എന്നാണ്. കൂടാതെ വേറൊരു വിഭാഗമുണ്ട് ഇതിൻ്റെ പ്രധാന ഉപഭോക്താക്കൾ, അതായത് US ആർമി സോൾജേഴ്സ് ഇതിനെ വിളിക്കുന്നത് M416 ആണ്. അതായത് US ആർമി അല്ലെങ്കിൽ USലെ ആംഡ് ഫോഴ്സ് എല്ലാം അവരുടെ തോക്കുകളെല്ലാം ഈ M-ലാണ് തുടങ്ങുന്നത്. M എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത്. അതായത് M16, M4 Carbine, M14, M1 ഗ്രാൻഡ്, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ട്. അവരുടെ തോക്കുകളെല്ലാം പൊതുവെ M-ലാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ തോക്കിനെ M416 എന്നാണ് വിളിച്ചത്. ഇത് കൂടാതെ വേറെ കാരണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വഴിയെ വരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഒന്ന് പരിശോധിക്കാം. അത് 1990 US ഡെൽറ്റ ഫോഴ്സ് അവരുടെ തോക്കൊന്ന് പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. അതായത് അവർ ഈ ക്ലോസ് ക്വാർട്ടർ കോമ്പാറ്റ്, അതായത് നമ്മുടെ ഈ ക്ലോസ് റേഞ്ചിലുള്ള ഫൈറ്റിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് അതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിനകത്ത് അതിക്രമിച്ച് കയറി പണി കൊടുക്കുക, അങ്ങനെയുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സ്, അതായത് ക്ലോസ് ക്വാർട്ടർ കോമ്പാറ്റ് എന്ന് പറയുന്ന പരിപാടി നടത്തുന്ന ഒരു ഫോഴ്സാണ് ഈ ഡെൽറ്റ ഫോഴ്സ്. അപ്പോൾ ഡെൽറ്റ ഫോഴ്സ് അവരുടെ തോക്കൊന്ന് പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. അവരുടെ തോക്ക് പരിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവർ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് HK-MP5 ആണ്. HK-MP5 എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇന്ന് വരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ചുള്ള ഏറ്റവും മികച്ച സബ്മെഷീൻ ഗണ്ണാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച സബ്മെഷീൻ ഗണ്ണാണ്. അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോക്കുകളാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തോക്ക് 6-year റാറ്റ്ലറാണ്. 6-year MCX റാറ്റ്ലർ എന്ന് പറയുന്ന സാധനം. അതായത് എന്നോട് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് പറയുകയാണ് എനിക്ക് പേഴ്സണൽ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു അസോൾട്ട് റൈഫിൾ മേടിച്ച് കൈ വെച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റാറ്റ്ലർ മേടിച്ച് കൈ വെക്കും. ഈ റാറ്റ്ലർ കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ MP5 ആണ്. ഇനി റാറ്റ്ലറൊക്കെ ഞാൻ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വരികയാണെങ്കിൽ അവർക്കെല്ലാം ഓരോ വെടി വെക്കാനുള്ള അവസരം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഡെൽറ്റ ഫോഴ്സിലേക്ക് വരാം. അപ്പോൾ 1990 US ഡെൽറ്റ ഫോഴ്സിന് MP5, അതായത് HK-MP5 തോക്ക് അത്ര പവർഫുൾ അല്ലെന്ന് തോന്നി. അതായത് MP5 എന്ന് പറഞ്ഞാൽ 9mm പാരബെല്ലം ഫയർ ചെയ്യുന്ന ഒരു സബ്മെഷീൻ ഗണ്ണാണ്. അത് അത്ര പവർഫുൾ അല്ലെന്ന് അവർക്ക് തോന്നി. അപ്പോൾ അവർ മുന്നിലുണ്ടെന്ന് ഇമ്മീഡിയറ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ M4 ആണ്, M4 Carbine. അപ്പോൾ ഈ M4 Carbine പ്രശ്നം എന്ന് വെച്ചാൽ M4 Carbine അവർ ഉദ്ദേശിച്ചതിനേക്കാളും വലിപ്പക്കൂടുതലായിരുന്നു. അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും വലിപ്പക്കൂടുതലായിരുന്നു. അവർക്ക് ഈ ക്ലോസ് ക്വാർട്ടർ കോമ്പാറ്റിൽ ഏർപ്പെടുമ്പോഴത്തേന് അവർക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നതിലും വലിപ്പക്കൂടുതലായിരുന്നു. അങ്ങനെ അവർ കാര്യങ്ങൾ കൂലങ്കഷമായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് US ഡെൽറ്റ ഫോഴ്സിന് സ്വന്തം ആംസ് എക്സ്പെർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന ലാറി വിക്കേഴ്സ് ഈ ഹെക്ലർ കോക്കുമായിട്ടൊരു കൊളാബറേഷനിൽ ഏർപ്പെടാൻ ഈ ഡെൽറ്റ ഫോഴ്സിനെ ഉപദേശിച്ചു. അപ്പോൾ ഈ ഹെക്ലർ കോക്കാണ് നമ്മുടെ MP5 നിർമ്മിച്ചത്. അതുപോലെ തന്നെ ആ സമയത്ത് ഹെക്ലർ കോക്ക് ജർമ്മനിക്ക് വേണ്ടി G36 നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ US ആർമിക്ക് വേണ്ടി XM8 എന്ന് പറയുന്ന പ്രോജക്റ്റ് അവർ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആർമിയുടെ ചില അസോൾട്ട് റൈഫിൾ അവർ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അവർ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെക്ലർ കോക്ക് ആ സമയത്ത് വളരെ തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ആയുധ നിർമ്മാണ കമ്പനിയാണ്. അപ്പോൾ അവർ ഈ ഡെൽറ്റ ഫോഴ്സിൻ്റെ ആവശ്യപ്രകാരം അവരുടെ കയ്യിലുള്ള ഈ എക്സ്പീരിയൻസ് മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു തോക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവരൊരു പ്രോജക്റ്റ് ആരംഭിച്ചു. ആ പ്രോഗ്രാമിനെ അവർ വിളിച്ചത് ഹെക്ലർ കോക്ക് M4 പ്രോഗ്രാം എന്നാണ്. ഹെക്ലർ കോക്ക് M4 പ്രോഗ്രാം. M4 എന്നുള്ള പേരോടെയുണ്ട്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കോൾട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടാകാൻ കഴിഞ്ഞാൽ കോൾട്ടിൻ്റെ ട്രേഡ് മാർക്കാണ് ഈ M4 എന്നുള്ളത്. അതുകൊണ്ട് കോൾട്ട് പറഞ്ഞ് ഈ പേരിൽ നിങ്ങൾക്ക് തോക്കുണ്ടാക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ ഹെക്ലർ കോക്ക് ഒരു കോംപ്രമൈസിലെത്തി തോക്കിന് M416 എന്നുള്ള പേരിടാന്ന് വെച്ചു. അതായത് M16ൻ്റെയും M4ൻ്റെയും കൂടെ പേര് കൂട്ടിച്ചേർത്ത് M416 എന്നുള്ള പേരിടാന്ന് ചോദിച്ചു. പിന്നീട് ഈ M കൂടെ അങ്ങ് മാറ്റിയിട്ട് HK416 എന്നാക്കിയ പേര്. അങ്ങനെ അവിടെ HK416 നിർമ്മിക്കപ്പെടുകയാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ HK416 എന്നൊക്കെയാണ് പേരെങ്കിലും ഇത് ബേസിക്കലി ഒരു AR-15 ഫാമിലി വരുന്ന ഒരു അസോൾട്ട് റൈഫിളാണ്. AR-15 ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ M16-ഉം M4 Carbine ഒക്കെ പെടുന്ന ആ ഫാമിലി വരുന്ന ഒരു അസോൾട്ട് റൈഫിളാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഡിസൈനൊക്കെ ഈ M4-ഉമായിട്ട് വളരെ സിമിലർ ആണെങ്കിലും ഇതിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ ഈ ജർമ്മൻ അസോൾട്ട് റൈഫിളായ G36 നിന്ന് എടുത്തിട്ടുള്ളതാണ്. പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്യാസ് പിസ്റ്റൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. അത് എടുത്തിരിക്കുന്നത് G36 നിന്നാണ്. G36ൻ്റെ ഷോർട്ട് സ്ട്രോക്ക് ഗ്യാസ് പിസ്റ്റൺ സിസ്റ്റം. പക്ഷേ ഈ G36 ഈ പിസ്റ്റൺ സിസ്റ്റം ലഭിച്ചത് AR-18 നിന്നാണ്. AR-18ൻ്റെ സിസ്റ്റമാണ് G36 ഉപയോഗിച്ചത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇത് മൊത്തത്തിൽ HK416 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവിലി മോഡിഫൈഡ് AR-15 ടൈപ്പ്
റൈഫിൾ, അസോൾട്ട് റൈഫിളാണ്. അപ്പോൾ M4 കാർബിനുമായിട്ട് വളരെ സിമിലർ ആണ് ഇത്. അപ്പോൾ ഈ കാർബിനേക്കാളും കുറച്ചുകൂടി സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ഫയറിംഗ് പിൻ സേഫ്റ്റിക്കൊക്കെ ശകലം വ്യത്യാസമാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ തോക്കെടുത്ത് വെച്ചിട്ട് അഴിച്ച് കാണിച്ച് വിശദീകരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പറഞ്ഞ് വിശദീകരിക്കാൻ പാടാണ്. അപ്പോൾ M4 കാർബിനേക്കാളും കുറച്ചുകൂടി സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാരലിൻ്റെയൊക്കെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടി കോൾഡ് ഹാമർ ഫോർജിങ് പോലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബാരലുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റെയിൽ ഫോറം, അതായത് ഫ്ലോട്ടിംഗ് ടൈപ്പ് ആക്സസറി റെയിൽ ഫോറാമുള്ളത്. അപ്പോൾ ഈ ആക്സസറി റെയിൽ ഫോം ഫ്ലോട്ടിംഗ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇതിൽ ബാരലുമായിട്ട് ഇതിന് നേരിട്ട് കണക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൽ എത്ര ഹെവി ആയിട്ടുള്ള ആക്സസറി ആഡ് ചെയ്താലും ഇതിൻ്റെ ആക്യുറസി കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. പിന്നെ ഈ ഫോറാമിൽ 4 സൈഡിലും റെയിലിംഗ് ഉണ്ട്. അതായത് പെക്കറ്റിനി റെയിലിംഗ് എന്ന് പറയുന്ന സാധനം 4 സൈഡിലും ഉണ്ട്. അതുകൊണ്ട് ഒരേ സമയം പലതരം ആക്സസറികൾ, അതായത് ലേസർ എയിമിംഗ് മോഡ്യൂൾ, അല്ലെങ്കിൽ നൈറ്റ് വിഷൻ ഡിവൈസ്, അല്ലെങ്കിൽ ടാക്ടിക്കൽ ലൈറ്റ്സ്, അല്ലെങ്കിൽ ഹാലോഗ്രാഫിക്കൽ സൈറ്റ്സ്, അതുപോലെ ഗ്രിപ്സ്, ബൈപോഡ്സ്, അങ്ങനെ പലതും നമുക്ക് ആവശ്യം പോലെ ഒറ്റയ്ക്കും കൂട്ടമായും ഒക്കെ ഇതിൽ ഘടിപ്പിക്കാൻ സാധിക്കും. അത് ഡിസൈൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ ടെലിസ്കോപ്പിക് ബഡ് സ്റ്റോക്ക്, അതായത് ബഡ് സ്റ്റോക്ക് ടെലിസ്കോപ്പിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6ഓളം പൊസിഷനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബഡ് സ്റ്റോക്കാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആവശ്യാനുസരണം ഇതിൻ്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിനെ M4ൽ നിന്നും വളരെ വ്യത്യസ്തമാക്കി മാറ്റുന്നത്. അതായത് നമ്മളിത് ഓൺ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഇത് M4 കാർബിനുമായിട്ട് വളരെ ഒരു M4 കാർബിൻ്റെ കോപ്പിയാണെന്ന് പറയും. പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലൂടെ കൊണ്ടുവന്ന് ഇത് M4 കാർബിനേക്കാളും വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു അസോൾട്ട് റൈഫിളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ M16 അല്ലെങ്കിൽ M4 കാർബിനെ അതിൻ്റെ സവിശേഷത, അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ കേപ്പബിലിറ്റീസ് ഒന്നും ചോർന്നു പോകാതെ ഒരു ക്ലോസ് ക്വാർട്ടർ കോമ്പാറ്റ് വെപ്പണാക്കി മാറ്റിയെടുത്തിരിക്കുന്നതാണ് ഈ HK416 എന്ന് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന കാർട്രിഡ്ജും M4 കാർബിൻ്റെ സെയിം കാർട്രിഡ്ജ് ആണ്. അതായത് 556 NATO കാർട്രിഡ്ജ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് തോക്കിന് ഫയറിംഗ് റേറ്റ് സെയിം ആണ്. അതിൻ്റെ 700 to 900 റൗണ്ട്സ് പെർ മിനിറ്റ് എന്നുള്ള ഫയറിംഗ് റേറ്റിലാണ് ഇത് ഫയർ ചെയ്യുന്നത്. 30 റൗണ്ട്സ് 10 AG മാഗസിനാണ് ഇതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നോർമലി ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ 100 റൗണ്ട്സ് ബീറ്റാ സി മാഗസിൻ പോലുള്ള സാധനങ്ങളൊക്കെ ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ M4 കാർബിനിൽ ഉപയോഗിക്കുന്ന എല്ലാ ആക്സസറികളും ഒരു മോഡിഫിക്കേഷൻ കൂടാതെ ഇതിൽ ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇനി ഈ തോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതായത് നമുക്ക് M16 വീഡിയോ അല്ലെങ്കിൽ AK47 വീഡിയോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്യാസ് ഓപ്പറേറ്റഡ് പിസ്റ്റണും ബോൾട്ട് ലോക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് മെക്കാനിസം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മുന്നേ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അസോൾട്ട് റൈഫിളിൻ്റെ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. അതിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ വീഡിയോ കാണുക. അപ്പോൾ ഞാൻ മെക്കാനിസത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ 2007 US ആർമി HK416 അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ HK416 US ആർമി അഡോപ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അങ്ങ് അഡോപ്റ്റ് ചെയ്യുകയല്ലായിരുന്നു. അതായത് അതിനുവേണ്ടി അവരൊരു പ്രോഗ്രാമൊക്കെ സംഘടിപ്പിച്ചു. അതിൽ ആ പ്രോഗ്രാമിൽ FN സ്കാർ M4 കാർബിൻ പോലുള്ള പല തോക്കുകളും തോപ്പിച്ചിട്ടാണ്, പല തോക്കുകളെക്കാളും മികച്ചതാണെന്ന് അവർ കണ്ടെത്തിയുകൊണ്ടാണ് HK416 US ആർമി അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡെൽറ്റ ഫോഴ്സിന് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെൽറ്റ ഫോഴ്സ് അതുപോലെ അമേരിക്കയുള്ള പല എലൈറ്റ് ക്ലാസ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഫോഴ്സുകളും ഈ തോക്ക് ഈ HK416 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു നേവി സീൽസ് ഇതിൻ്റെ ഒരു പ്രധാന ഉപഭോക്താക്കളാണ്. അല്ല, നേവി സീൽസിന്റെ ഒരു പ്രധാന ആയുധമാണ് നമ്മുടെ HK416 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ HK416 നിർമ്മിച്ച ഈ ക്ലോസ് ക്വാർട്ടർ കോമ്പാറ്റ് അല്ലെങ്കിൽ ഈ ക്ലോസ് റേഞ്ച് ഫയറിങ്ങിന് വേണ്ടിയാണെങ്കിലും ഇതിന്റെ ഫയറിംഗ് റേഞ്ച് എന്ന് പറയുന്നത് M4 കാർബിനേക്കാളും കൂടുതലാണ്. M4 കാർബിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞാൽ M4 കാർബിന്റെ ബാരൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 14.5 ഇഞ്ചസ് ആണ്. അത് 14.5 ഇഞ്ച് നീളമാണ് M4 കാർബിന്റെ ബാരൽ ലെങ്ത്. പക്ഷേ ഈ HK416 എന്ന് പറഞ്ഞാൽ ഇതിൽ പല വേരിയന്റുകളുണ്ട്. വേരിയന്റ് എന്ന് പറഞ്ഞാൽ HK416 A5, HK416 A7 എന്നൊക്കെ പറഞ്ഞ വേരിയന്റ് ഉണ്ട്. അപ്പോൾ ഈ 2-3 വേരിയന്റുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ എഗ്രോണമിക്സ് എന്നുള്ള അതായത് ഡിസൈനിലുള്ള ചില വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിന് ഈ 2 വേരിയന്റിലും പല ബാരൽ ലെങ്തിലുള്ള തോക്കുകൾ അവൈലബിൾ ആണ്. അതായത് ഏതാണ്ട് 11 ഇഞ്ച് തൊട്ട് 20 ഇഞ്ച് വരെ ബാരൽ ലെങ്തുള്ള തോക്കുകൾ അവൈലബിൾ ആണ്. ഇവിടെയാണ് ഈ റേഞ്ചിൽ വ്യത്യാസം വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞ M4 കാർബിന്റെ ബാരൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 14.5 ഇഞ്ചസ് ആണ്. പക്ഷേ ഈ HK416 ഈ 20 ഇഞ്ച് ബാരൽ ലെങ്ത് ഉള്ള തോക്ക് ഉപയോഗിച്ച് നമ്മൾ ഫയർ ചെയ്യുകയാണെങ്കിൽ അത് 800 മീറ്റർ ദൂരോട്ട് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. അതായത് M4 കാർബിന്റെ ഫയറിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ 500 മീറ്റർ ആണ്, അത് 500 മീറ്റർ ആണ്. പക്ഷേ ഈ HK416 800 മീറ്റർ വരെ ഫയർ ചെയ്യാൻ സാധിക്കും. അതായത് 20 ഇഞ്ച് ബാരലുള്ള വേരിയന്റിന്റെ കാര്യമാണ് പറഞ്ഞത്. സാധാരണ സ്റ്റാൻഡേർഡ് ബാരൽ അതായത് 14.5 ഇഞ്ച് എന്ന് പറയുന്ന ബാരൽ ലെങ്ത് ഉപയോഗിച്ചാണ് ഫയർ ചെയ്യുന്നതെങ്കിൽ റേഞ്ച് M4 കാർബിന്റെ അതേ റേഞ്ച് തന്നെ ആയിരിക്കും, അതായത് 500 മീറ്റർ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിന്റെ കേപ്പബിലിറ്റീസ് നമ്മൾ പേപ്പറിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇത് M4 കാർബിന്റെ ഒരു അനിയനാണ് അല്ലെങ്കിൽ ഒരു കസിൻ ബ്രദർ ആണെന്ന് പറയാൻ പറ്റുന്ന തോക്കാണ് ഈ HK416.
പക്ഷേ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സേഫ്റ്റിയും റിലയബിലിറ്റിയും ഒക്കെ വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് US ആർമി ഇത് പ്രിഫർ ചെയ്തത്. ഇത് പ്രിഫർ ചെയ്തെന്ന് മാത്രമല്ല, US ആർമി അവരുടെ പക്കലുള്ള എല്ലാ M4ഉം M16 തോക്കുകളും ഈ HK416 അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള M27 എന്ന് പറയുന്ന തോക്കുണ്ട്. അത് ഉപയോഗിച്ച് ഇപ്പോൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമേരിക്ക കൂടാതെ ജർമ്മനി, ഫ്രാൻസ്, അയർലൻഡ്, നോർവേ, ടർക്കി അങ്ങനെ 20ലധികം രാജ്യങ്ങളും കൂടാതെ ലോകത്തുള്ള പല ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളും ഈ തോക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇതിന്റെ പല സിവിലിയൻ വേരിയന്റുകളും അവൈലബിൾ ആണ്. അതായത് MR552, MR762 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സിവിലിയൻ വേരിയന്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ മാർക്കറ്റിലൊന്നും കിട്ടത്തില്ല. ഈ ഗണ്ണ് ലീഗലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇത് സുലഭമായിട്ട് അവൈലബിൾ ആണ്, വളരെ പോപ്പുലറുമാണ്. അപ്പോൾ ഓപ്പറേഷൻ ഹിസ്റ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒസാമ ബിൻ ലാദനെ പിടിച്ച ആ ഓപ്പറേഷനാണ്. അപ്പോൾ ഒസാമ ബിൻ ലാദനെ പിടിച്ച ഓപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്ഫിയർ എന്നാണ് ആ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. നെപ്റ്റ്യൂൺ സ്ഫിയർ, നെപ്റ്റ്യൂണിന്റെ കുന്തം എന്നാണ് ആ ഓപ്പറേഷൻ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനെ ഓപ്പറേഷൻ ജെറോനിമോ എന്ന് വിളിച്ചുകൊണ്ട് പല വീഡിയോകളും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ ഓപ്പറേഷൻ്റെ യഥാർത്ഥ പേര് ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ ആണ്. ഈ ജെറോനിമോ എന്ന് ഇതിനെ വിളിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ജെറോനിമോ എന്ന് പറയുന്ന ഒരു അപ്പാച്ചെ ലീഡറാണ്. അപ്പാച്ചെ എന്ന് പറയുന്ന നമ്മുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ അല്ല, അമേരിക്കയിലുള്ള അപ്പാച്ചെ എന്ന് പറയുന്ന റെഡ് ഇന്ത്യൻ ട്രൈബിന്റെ ഒരു ലീഡറാണ് ജെറോനിമോ. അപ്പോൾ ഈ ജെറോനിമോയുടെ പേര് ഇവിടെ വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന് പറഞ്ഞാൽ ബിൻ ലാദനെ പിടിക്കാൻ പോകുന്ന ഒരു ഓപ്പറേഷനാണ്. ബിൻ ലാദനെ പിടിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ലോഞ്ച് ചെയ്ത ഓപ്പറേഷനാണ്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്തുമ്പോഴത്തേക്കിന് ഇത് ഓപ്പറേഷൻ നടത്തുന്ന ആൾക്കാർ, ഈ ഓപ്പറേഷൻ്റെ കമാൻഡോസ്, അതായത് നേവി സീൽസ് തമ്മിൽ അവരുടെ വയർലെസ് അല്ലെങ്കിൽ അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഉപയോഗിച്ച് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലോ. അതായത് അങ്ങോട്ട് വിളിച്ചിട്ട് നമുക്കറിയാമല്ലോ, മറ്റേ കോബ്ര കോളിംഗ്, ആൽഫ കോളിംഗ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ലാദൻ വീട്ടിൽ വന്നിട്ടുണ്ട്, പുള്ളി മീൻകറി കൂട്ടി ചോറുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ച് പറയുമല്ലോ. അപ്പോൾ ഈ ലാദൻ അല്ലെങ്കിൽ ബിൻ ലാദൻ നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാദൻ്റെ ആൾക്കാർ ഈ വയർലെസ് സന്ദേശങ്ങളൊക്കെ ചോർത്ത് കഴിയുമ്പോൾ അമ്മമാർക്ക് മനസ്സിലാകും നമുക്ക് പണി തരാൻ വേണ്ടി ആരോ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമ്പോഴത്തേക്കിന് ഈ നമ്മൾ പിടിക്കാൻ പോകുന്ന ആളുടെ അല്ലെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ആൾക്കാരുടെ പേരുകൾ നമ്മൾ മാറ്റും. അങ്ങനെ ഈ ലാദൻ്റെ പേര് അവിടെ മാറ്റി വരും. അങ്ങനെ അത് ജെറോനിമോ എന്നാണ് ലാദനെ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഓപ്പറേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോ ഉണ്ട്. ഈ ഓപ്പറേഷൻ വളരെ ഫേമസ് ആണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഇതിൽ പങ്കെടുത്ത പട്ടി വരെ ഫേമസ് ആണ്. അതായത് കെയ്റോ എന്ന് പറയുന്ന ഒരു ബെൽജിയൻ മെൽനോയിസ് പട്ടിയാണ് ലാദനെ പിടിച്ചതെന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് വീഡിയോകളുണ്ട്. എന്തൊക്കെയാലും ഈ ഓപ്പറേഷനിൽ ലാദൻ്റെ നേരെ അവസാനത്തെ വെടി വെച്ചത് ഈ തോക്ക് ഉപയോഗിച്ചാണ്. അതായത് ലാദനെ വെടിവെച്ച് കൊന്നത് HK416 എന്ന് പറയുന്ന അസോൾട്ട് റൈഫിൾ ഉപയോഗിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ചുകൂടെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ പൂർണ്ണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയറിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഈ ലാദൻ്റെ അന്ത്യനിമിഷം, ലാദൻ മരിക്കുന്ന ആ സീൻ മാത്രം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ലാദൻ്റെ മരണത്തെക്കുറിച്ച്, അത് എന്താണ് അത് കൃത്യമായിട്ട് സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് രണ്ട് വേർഷൻ നമുക്ക് കേൾക്കാൻ സാധിക്കും. 2 വേർഷൻ. അപ്പോൾ യഥാർത്ഥം സംഭവിച്ച കാര്യം അതൊന്നും ആയിരിക്കത്തില്ല, അതൊക്കെ അമേരിക്ക മുക്കി. എന്നിരുന്നാലും അറിയപ്പെടുന്ന 2 വേർഷൻസ് ആണുള്ളത്. അതായത് ഒന്നാമത്തെ വേർഷൻ എന്ന് പറഞ്ഞാൽ ഈ ലാദന് നേരെ അവസാന വെടിവെച്ച നേവി സീൽ, അയാളുടെ പേര് റോബർട്ട് ജെ ഒനീൽ എന്നാണ്. റോബർട്ട് ജെ ഒനീൽ എന്ന് പറയുന്ന നേവി സീലാണ് ലാദനെ വെടിവെച്ച് കൊല്ലുന്നത്. അത് പബ്ലിക്കായിട്ട് അമേരിക്ക സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇയാളുടെ പല ഇന്റർവ്യൂ നിങ്ങൾക്ക് നെറ്റിൽ കിട്ടും. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഈ റോബർട്ട് ജെ ഒനീൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ US നേവിയുടെ സീൽ ടീം 6 ആണല്ലോ ഈ ഓപ്പറേഷൻ നടത്തിയത്. അപ്പോൾ അങ്ങനെ സീൽ ടീം 6 ലാദനെ പിടിക്കാൻ വേണ്ടി ലാദൻ ഒളിച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങിലേക്ക് കയറി ചെന്നു. അതൊരു 3 നില കെട്ടിടമാണ്, അതിലേക്ക് ഇറച്ചി കയറി ചെന്നു. അങ്ങനെ ഇവരെ കണ്ടപ്പോഴത്തേക്ക് ഈ കമാൻഡോസിനെ കണ്ടപ്പോഴത്തേക്കിന് ലാദൻ അയാളുടെ ഭാര്യയുടെ പുറകിൽ ഒളിച്ചെന്നും. അപ്പോൾ ഈ നമ്മുടെ റോബർട്ട് ഒനീൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഈ പുള്ളിക്കാരിയുടെ ഷോൾഡറിന് മുകളിലൂടെ ലാദൻ്റെ തലയ്ക്ക് നേരെ 2 വെടിവെച്ചു എന്നാണ് ഒനീലിൻ്റെ ഭാഷ്യം. പക്ഷേ 2012 US നേവി സീൽ ചീഫ് സ്പെഷ്യൽ വാർഫെയർ ഓപ്പറേറ്റർ മാറ്റ് ബാസ്നറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനെ ഒരു പുസ്തകം എഴുതി 2011 ഈ സംഭവം നടക്കുന്നത്. 2012 ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അപ്പം ആ പുസ്തകത്തിൻ്റെ പേര് നോ ഈസി ഡേ, ദ ഫസ്റ്റ് ഹാൻഡ് അക്കൗണ്ട് ഓൺ ദ മിഷൻ ദാറ്റ് കിൽഡ് ഒസാമ ബിൻ ലാദൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഈ പുസ്തകം ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെ പേര് ഞാൻ പറഞ്ഞ മാറ്റ് ബൈസനാറ്റ് എന്നാണ്. മാറ്റ് ബൈസനാറ്റ് എന്നുള്ള പേരിലുള്ള അയാളിരിക്കുന്നത് മാറ്റ് ഓവൻ എന്നുള്ള പേരിലാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൽ അങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇത് 3 നിലയുള്ള ഒരു കെട്ടിടത്തിലാണ് ലാദൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ 3ാമത്തെ നിലയിലാണ് ഈ ഓപ്പറേഷൻ നടക്കുമ്പോൾ ആ മൊമെന്റിൽ ലാദൻ ഉണ്ടായിരുന്നത്. ലാദൻ ഒരു വെളുത്ത കുർത്തയും പൈജാമയും ഇട്ട് നിരായുധനായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നതാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങേരുടെ അടുത്ത് അങ്ങനെ പരിചരിക്കാൻ വേണ്ടി അങ്ങേരുടെ ഭാര്യമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റെയർ കേസ് വഴി കയറി ചെന്ന നേവി സീൽ ടീം ലാദന് നേരെ തുരുതുര ഫയർ ചെയ്തിട്ട് അങ്ങനെ വെടിയേറ്റ് ലാദൻ സാരമായി പരിക്കേറ്റ് നിലത്ത് വീണു. അപ്പം നിലത്ത് വീണ് ലാദനെ ഈ ഭാര്യമാർ ചേർന്ന് ഷീൽഡ് ചെയ്ത് പറഞ്ഞാൽ അവർ ഇനിയും വെടികൊള്ളായിരിക്കണം അങ്ങനെ ഫുള്ളായിട്ട് അവരങ്ങ് കവർ ചെയ്ത്. അപ്പോൾ അങ്ങനെ ആ പൊസിഷനിൽ നമ്മുടെ ഈ റോബർട്ട് ഒനീൽ ഈ വെടിവെച്ച് പറയുന്ന ഈ മനുഷ്യൻ ഈ സ്ത്രീകളെ തള്ളി മാറ്റി ലാദൻ്റെ തലയ്ക്ക് 2 വെടിവെക്കുമായിരുന്നു.
അങ്ങനെയാണ് ലാദൻ മരിച്ചതെന്നാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് കാര്യം അറിയത്തില്ല. എന്തൊക്കെയാണ് ലാദൻ മരിച്ചു എന്നല്ല പറഞ്ഞാൽ അമേരിക്കയിൽ ലാദനെ കൊന്ന് കടലിൽ താത്തി. അത് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമൊന്നും ഉണ്ടെന്നൊന്നുമില്ല. അപ്പോൾ HK417 ജീവചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതിൻ്റെ ബയോഗ്രഫി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ ആണ്. അപ്പോൾ HK416 അതുപോലെ ഞാൻ ഈ വീഡിയോയിൽ പല ഭാഗങ്ങളായി പ്രതിപാദിച്ചിട്ടുള്ള പല തോക്കുകളും, അതായത് FN സ്കാർ അല്ലെങ്കിൽ M4 കാർബീൻ, M6 റാറ്റ്ലർ, ഇവയൊക്കെ 21ാം നൂറ്റാണ്ടിൻ്റെ സന്തതികളാണ്. മോഡേൺ മിലിറ്ററി വേൾഡിനെ പ്രതിനിധാനം ചെയ്യുന്നവർ. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച തോക്ക് ഏതാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന എല്ലാ പേരുകളും 20ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്തിൽ എവിടെയോ സൃഷ്ടിക്കപ്പെട്ട ആയുധങ്ങളാണ്. അതായത് ഉമ്മറത്തെ ചാരുകസേരയിൽ തങ്ങളുടെ പ്രതാപകാലത്തെ വീരചരിത്രങ്ങൾ അയവിറക്കിക്കൊണ്ട് ആകാശം നോക്കിക്കിടക്കുന്ന അപ്പൂപ്പന്മാർ. പക്ഷെ പല യുദ്ധങ്ങളിലൂടെ ആ പേരുകൾ, അതായത് AK-47 അല്ലെങ്കിൽ M16 അങ്ങനെയുള്ള പേരുകൾ ചരിത്രം പല ഒരു ആവർത്തിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ഈ പേരുകാർ ഇന്നും യുവാക്കളായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷേ ആധുനിക യുദ്ധമുന്നണിയിലെ മുടിചൂടാ മന്നന്മാർ ഈ HK416 പോലുള്ള മോഡേൺ അസോൾട്ട് റൈഫിൾസ് ആണ്. ഒരു തോൾസഞ്ചിക്കുള്ളിൽ ഇരുട്ടിൽ മറഞ്ഞിരിക്കാനും കാതങ്ങൾക്കപ്പുറത്തേക്ക് ഉന്നം പിഴയ്ക്കാതെ അഗ്നി വർഷിക്കുവാനും കെൽപ്പുള്ള മരണദൂതന്മാർ. അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ, ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.